എന്ന് എഴുതിയിട്ട് എല്ലാവരോടും പറയാൻ പോകുന്നു. പറഞ്ഞെല്ലാവരും. പിന്നെ വാ എന്ന് എഴുതി എന്നിട്ട് പറയാൻ പോകുന്നു. പറഞ്ഞെല്ലാവരും. പിന്നെ ലാ എന്ന് എഴുതി എന്നിട്ട് പറയാൻ പോകുന്നു. പറഞ്ഞെല്ലാവരും. കൂട്ടിയറിയാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൈച്ചാടി എഴുന്നിട്ട് മാക്രി എന്ന് പറഞ്ഞു. തിയറി പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും സമ്മതിച്ചു തരും, ആരും എന്നോട് എതിർത്തിട്ടില്ല ഇതുവരെ. പക്ഷെ ആക്ച്വൽ പ്രാക്ടീസ് വരുമ്പോൾ നിങ്ങൾ ആ മാക്രിയിൽ നിൽക്കും, അതിന് വിട്ടുപോയിട്ടില്ല. എന്നിട്ട് പറയും ഞാൻ ഇതിനെതിരാണ്, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ അത് പറ്റില്ല, ഇതാണ് അതാണെന്ന് പറഞ്ഞിട്ട് എന്റെ നെക്കിട്ട് കയറാൻ പോയാൽ. കാരണം മാക്രി എന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇത് സയൻസ് ആണ്. സയൻസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. 37 വർഷത്തിന്റെ പഠനവും പ്രാക്ടീസിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ അതിനെ എതിർത്താല് ഞാൻ സമ്മതിക്കില്ല, ഞാൻ ഇതിനെതിരാണ്, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്രി ലോകത്തിൽ നിൽക്കാണെന്ന് ചിന്തിച്ചാൽ മതി. കാരണം വ്യത്യസ്തത ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ആംഗിളിലാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ഓപ്പൺനെസ് വേണം. എനിക്കിത് പഠിക്കണം, എന്താണെന്ന് മനസ്സിലാക്കണം, ക്ലാരിഫൈ ചെയ്യാൻ എനിക്ക് എളുപ്പമുണ്ട്. ആർഗ്യൂ ചെയ്താൽ നിങ്ങൾ ഡിഫറൻസ് ചെയ്തിട്ട് ഞാൻ എത്ര പറഞ്ഞാലും രക്ഷയില്ല, തലയ്ക്കില്ല. അപ്പൊ പിന്നെ ഞാൻ മൗനം അവലംബിച്ചിട്ട് നിങ്ങൾ സഹായിക്കണം, ബാക്കിയുള്ളവർ സഹായിക്കണം. എന്നെ സമ്മതിച്ചില്ലേ? സിറിലൊക്കെ സമ്മതിച്ചില്ലേ? സഹായിക്കണം. പരിമിതമായ സമയം കൊണ്ടാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഇതിൽ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യണം, ഷോർട്ട് കട്ട്സിൽ പോകരുത്. പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും, മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം എന്ന രീതിയിൽ നേടിയിരിക്കാം. അതിനെ ചോദ്യം ചെയ്യരുത്, സംശയം ചോദിക്കുക. നിങ്ങൾ ഡിഫെൻസീവ് ആകരുത്, അപ്പൊ പഠിക്കില്ല. ഒരു ഓപ്പൺനെസ് മനസ്സിലാക്കണം. ലേണിംഗ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കണം. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്. ഒരു ഗ്രൂപ്പ് എല്ലാവർക്കും തന്നെ ഹാപ്പിനെസ് ഉണ്ടാവും. മാറ്റി നല്ല ഹാപ്പി ആവുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തെറാപ്പി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ആരെങ്കിലും കാണുമ്പോൾ വെൽക്കം ചെയ്യാറ്, സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്ത് കഴിഞ്ഞാൽ വിശേഷണം വിശേഷ ചിരിയാണ്. അതായത് വെൽക്കം ലാഫ്റ്റർ അല്ലെങ്കിൽ വിശേഷ ചിരി എന്ന് പറയാം. അതായത് കഴിഞ്ഞാൽ ചോദിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് രണ്ടുപേരും ഫേസ് ടു ഫേസ് ചെയ്തിരിക്കണം. ഫേസ് ടു ഫേസ് ഇരുന്നുകൊണ്ട് ചിരിക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ചിരിക്കുകയാണെങ്കിൽ ആ ചിരി കണ്ടിട്ട് നമുക്ക് ശരിക്കും വയറുപയോഗിച്ച് ചിരിക്കാൻ പറ്റും. അങ്ങനെയാണ് ചിരിക്കുന്നത്.